യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ അക്രമത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ആരോപണം. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഈ കേസ് കോടതി പരിഗണിച്ചു, വാദം പൂർത്തിയായതിനു ശേഷം ഇതിൽ തീരുമാനം ഉച്ചയ്ക്ക് ശേഷം കോടതി പറയും എന്നാണോ? പ്രജിൻ, ഈ ആരോഗ്യ പ്രശ്നമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. രാഹുലാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. പിരിഞ്ഞുപോയ പ്രവർത്തകരെ തിരിച്ചു വിളിച്ചുവെന്നും അറസ്റ്റിലായവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അത് ഗുരുതരമായ കുറ്റമാണെന്നും പ്രോസിക്യൂഷൻ ഈ വാദത്തിനിടയിൽ കോടതിയെ ധരിപ്പിച്ചു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാഹുലിനെതിരായ കേസ് കെട്ടിച്ചമച്ചത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. 20-ന് നടന്ന സംഭവത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അത് ജനുവരി 9-നാണ്. അറസ്റ്റിന് ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത്. ന്യൂറോ പ്രശ്നങ്ങളുണ്ടെന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ റിപ്പോർട്ടുണ്ട്. രാഹുലിനെ പരിശോധിച്ച സർക്കാർ ഡോക്ടർ ഇത് പരിശോധിച്ചിട്ടില്ലെന്നും രാഹുൽ അക്രമം നടത്തിയിട്ടില്ലെന്ന നടത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലെന്നും പ്രതിഭാഗം ഇന്ന് വാദിച്ചു. അങ്ങനെ ശക്തമായ വാദപ്രതിവാദം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി കോടതി മാറ്റിയത്. പ്രജിൻ, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.